വരമ്പ് ബാക്ക് ടു റൂട്ട്സ്. 2022 വരമ്പ് എന്ന ഞങ്ങളുടെ ചിന്ത അതിൻ്റെ പൂർണ്ണ രൂപത്തിലാകുന്നത്. ആശയങ്ങൾ പലതായിരുന്നു, പക്ഷേ അവയെല്ലാം ചേർന്ന് ഏകീകൃത രൂപത്തിലേക്ക് മാറ്റുക എളുപ്പമായിരുന്നില്ല. നിരന്തരമായ ചർച്ചകളിലൂടെയാണ് ഇന്ന് കാണുന്ന വരമ്പിനെ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. 3 ചിന്തകളെയും കാഴ്ചകളെയും സമീപനത്തിനെയുമൊക്കെ ഒന്നാക്കി വരമ്പൊരുക്കലാണ് കഴിഞ്ഞ 2 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വരമ്പുകളിലൂടെ നമുക്കൊന്ന് നടന്നു വരാം. കാലം നിധി പോലെ കാത്തുവയ്ക്കുന്ന നമ്മുടെ വരമ്പോർമ്മകൾ നമ്മളിൽ ഓർമ്മകളുടെ വേരാഴം തീർക്കട്ടെ. ബാക്ക് ടു റൂട്ട്സ്. ഇവിടെ പാട്ടുണ്ട്, കഥയുണ്ട്, കാഴ്ചയുണ്ട്, രുചിയുമുണ്ട്, ചരിത്രം തേടലുണ്ട്, നമ്മുടെ നാടിൻ്റെ ഉള്ളറിഞ്ഞുകൊണ്ടുള്ള അന്വേഷണങ്ങളുണ്ട്, നമുക്ക് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളുണ്ട്. ഇന്നലകളെ ഇന്നിൽ നിന്നുകൊണ്ട് പുതിയ തലമുറയ്ക്ക് അനുഭവിക്കാൻ അവസരമൊരുക്കുന്നുണ്ട്. ഇത്തരത്തിൽ സർഗാത്മകതയുടെ പുതിയ ചിന്ത ഈ ലോകത്തിനു മുന്നിൽ കാണിക്കലാണ് ഓരോ വരമ്പും. വരമ്പ് യാത്ര തുടങ്ങുന്നത് പാട്ടിരുത്തത്തിലൂടെയാണ്. വെറുതെ പാടിയും പറഞ്ഞിരിക്കലായിരുന്നില്ല അവൊന്നും. അത് വട്ടം കൂടിയവരുടെ ഹൃദയത്തെ തൊട്ട നിമിഷങ്ങളായിരുന്നു. പാട്ടിരുത്തത്തിൻ്റെ പൂമുഖം പാട്ടിൽ നിറഞ്ഞപ്പോൾ ഓർമ്മകളുടെ അനുഭവങ്ങളുടെ കെട്ടഴിച്ചു വിടലായിരുന്നു. വന്നിരുന്നവർ മതിമറന്ന് പാട്ടിലൂടെ അവർ അവരെ തിരഞ്ഞു കണ്ടുപിടിക്കലായിരുന്നു. ആ തിരച്ചിലിൽ സന്തോഷവും സങ്കടവും നഷ്ടങ്ങളും ചേർത്ത് പിടിച്ചതും വന്നു ചേർന്നതും എല്ലാം അവർ ഓരോരുത്തരും അനുഭവിച്ചറിഞ്ഞു. അരുണേട്ടനും സുദീപേട്ടനും ജോബേട്ടനും പാടിയും പറഞ്ഞും നിർത്തിയെടുത്തു നിന്നും ഹരീഷേട്ടൻ തുടരുന്നു. പാട്ടിരുത്തത്തിൻ്റെ പദയാത്ര തുടരുന്നു, നടന്നു തീരാത്ത വരമ്പ് പോലെ. പിന്നീട് മഴയുടെ താളവും ഈണവും തേടിയുള്ള യാത്രയിൽ മഴക്കാലത്തിൻ്റെ നനവറിഞ്ഞ് മണ്ണിനെ അറിഞ്ഞുള്ള മഴത്താളവുമായി നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിച്ചത് കാഴ്ചകളുടെ പിന്നാമ്പുറ കഥകൾ തേടിയുള്ള യാത്രയായിരുന്നു. ലെൻസ് ഓഫ് റൂട്ട്സ്. മണ്ണിൽ ചവിട്ടി നിൽക്കുന്നതിനാലാവണം മഴത്താളത്തിൻ്റെ 2ാം ഭാവം മണ്ണിൻ്റെ അവകാശികളിലേക്ക് ഞങ്ങളെ അടുപ്പിച്ചത്. അവരോടൊപ്പം കൃഷിയെറിഞ്ഞ് ചേറിൻ്റെ ചൂടും ചൂരുമറിഞ്ഞ് മനുഷ്യൻ്റെ ആത്മാവ് പേറുന്നിടത്ത് കഥയറിഞ്ഞ് ചേറ്റാടിയിൽ കട്ടനും കുടിച്ചിരുന്നു ഞങ്ങൾ. മണ്ണും മനുഷ്യനും ഒന്നാകുന്ന അവ തമ്മിലുള്ള ഇഴയെടുപ്പ് മനസ്സിലാക്കി തന്ന അനുഭവമായിരുന്നു ചേറ്റാടി. വേരുകൾ മുറുകെ പിടിക്കുമ്പോഴും ആഘോഷപ്പൊലിമകൾ വരമ്പിനൊപ്പമുണ്ടായിരുന്നു. ചുറ്റും പുതിയ കാലത്തിൻ്റെ ഓണാഘോഷങ്ങൾ നിറഞ്ഞപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ പഴയകാല ഓണ ഓർമ്മകളെ തിരികെ കൊണ്ടുവരിക എന്നതിൻ്റെ തുടർച്ചയായിരുന്നു വരമ്പോണം. കൈകൊട്ടിക്കളിയും ചട്ടിപ്പന്തും തലമയും നൂറാങ്കോലും തായങ്കളിയുമൊക്കെയായി ഓർമ്മകളെ ഞങ്ങൾ പൊടികെട്ടിയെടുത്ത് ഞങ്ങളുടെ പുതുതലമുറയ്ക്ക് സമ്മാനിച്ചു. തെല്ലും കലർപ്പില്ലാതെ അവരിത് ഏറ്റെടുത്തു. ചിലർക്ക് കളഞ്ഞുപോയതിനെ തിരികെ കിട്ടിയ സന്തോഷമായിരുന്നെങ്കിൽ ചിലർക്ക് ഓർമ്മകളിലേക്ക് ചേർത്ത് വയ്ക്കാൻ ഒരു പുതിയ ഓർമ്മ കൂടിയായി അവ മാറി. ഓരോ നാടും ഓരോ കഥകൾ സമ്മാനിക്കാറുണ്ട്. പിന്നീട് ഒരിക്കൽ എഴുതാനോ ഓർത്തെടുക്കാനോ പാകത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷണങ്ങൾ ചിന്തകളിൽ ബാക്കി വച്ചിട്ടായിരിക്കണം പുതിയ തീരങ്ങൾ തേടിയിറങ്ങുന്നത്. അങ്ങനെയൊരു യാത്രയായിരുന്നു ഞാറ്റുപുര. ഖസാക്കിൻ്റെ സ്വന്തം തസ്രക്കിലേക്ക് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോയി. കഥയെ പൂർണ്ണമായി ഹൃദയത്തോട് ചേർത്ത് നമ്മൾ യാത്ര ചെയ്തു. സ്റ്റോറി ട്രാവൽ എന്ന വലിയ ചിന്തയ്ക്കുള്ള വരമ്പൊരുക്കിലായിരുന്നു ഞങ്ങൾക്ക് ഞാറ്റുപുര. പോയ വഴികളിലും കണ്ട മുഖങ്ങളിലും അവർ ഖസാക്കിനെയും അവിടുത്തെ മനുഷ്യജീവിതങ്ങളെയും തേടി. മനുഷ്യ മനസ്സിൻ്റെ നൊമ്പരമാണ് ബാല്യം. നഷ്ടപ്പെട്ടു പോയ ബാല്യം തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ഒരിക്കലെങ്കിലും ചിന്തിക്കാത്തവരായി നമുക്കിടയിൽ ആരും തന്നെയില്ല. അങ്ങനെയൊരു ചിന്തയിലാണ് മാഞ്ചോടുമായി എത്തുന്നത്. ഓർമ്മയിലേക്ക് ഒരു മതുമ്പം തീർക്കലായിരുന്നു അത്. തറവാടിൻ്റെ പടിക്കെട്ടിറങ്ങി
അവർ ചെന്നത് വേനലവധിക്കാലത്തിൻ്റെ ആവേശത്തിലേക്കായിരുന്നു. അവിടെ തണ്ട് ക്രിക്കറ്റും വട്ടുകളിയും ഗോട്ടിയുമൊക്കെ ബാല്യത്തിൻ്റെ ഓർമ്മകളെ തിരിച്ചു തരുമ്പോൾ, പച്ചോലകളിൽ വാച്ചും തൊപ്പിയും കാറ്റാടിയും പൂവും പീപ്പിയുമൊക്കെ മടഞ്ചൊരുക്കുമ്പോൾ, ബാല്യത്തിൻ്റെ ആ മാഞ്ചോട്ടിലെ തണലിൽ പലരും കുട്ടിക്കാലത്തിൻ്റെ മധുരം നുണയുന്നത് കണ്ട് മനസ്സ് നിറഞ്ഞിട്ടുണ്ട്. നിളയും നിലാവും പിന്നെ വരമ്പും കൂടി ചേർന്നപ്പോൾ അത് കഥ പറച്ചിലിൻ്റെ പായാരം കൂടലായി. നിലാവ് പരന്ന ഭാരതപ്പുഴയിൽ പുഴ ഒഴുകുന്ന വഴി കണ്ട് കാറ്റുപിടിക്കുന്ന പുൽനാമ്പുകളെ കേട്ട് അവർ ചൂട്ടുമിന്നി പുഴ മുറിച്ച് നടന്നു. നിളയുടെ പൈതൃകവും സംസ്കാരവും ചരിത്രവും ഉറങ്ങുന്ന ഭൂമിക്ക് തേടി. നമുക്ക് ചുറ്റും കുറേ മനുഷ്യരുണ്ട്. ആരാലും അറിയപ്പെടാത്ത കുറേ മനുഷ്യരും അവരുടെ കഴിവും കലയും അതിനെ കണ്ടെത്തി ഈ ലോകത്തോട് ഞങ്ങൾക്ക് വിളിച്ചു പറയണം. ഇവരെ കൂടി നിങ്ങൾ കാണണം, കേൾക്കണം, അറിയണം, വായിക്കണം. എല്ലാം കഴിഞ്ഞോ? ഇല്ല. പറഞ്ഞു തീർത്ത വരമ്പുകളെ നമുക്ക് ഓർമ്മകൾക്ക് കടം നൽകാം. എന്നിട്ട് പുതിയ വരമ്പിനായി കാത്തിരിക്കാം. നിങ്ങളായി വന്ന് നമ്മളാകുന്ന വരമ്പുകളിലൂടെ നമുക്ക് ഒരുമിച്ച് നടക്കാം.